മഹാനായ ടൈറ്റസ് യെരുസലേം പിടിക്കാൻ വന്നു. ഒലിവുമലയുടെ മുകളിൽ ക്യാമ്പ് ചെയ്തു. യെരുസലേമിന് ചുറ്റും സൈന്യത്തെ വിന്യസിച്ചു. മുന്നറിയിപ്പ് കൊടുത്തു. ആലയത്തിൻ്റെ അകത്തുള്ള സകലരും വെള്ളക്കൊടിയുയർത്തി കീഴടങ്ങി പുറത്തിറങ്ങണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആയുധം പ്രയോഗിക്കേണ്ടി വരും. മാസങ്ങൾ അവർ ചെറുത്തു നിന്നു. അതിശക്തമായ അതിൻ്റെ കവാടങ്ങളൊക്കെ അടച്ച് ആളുകൾ അകത്തിരുന്നപ്പോൾ ടൈറ്റസ് പറഞ്ഞു, ഒരു കാരണവശാലും ഈ സ്ഥാപനം തകർക്കരുത്, അത് പള്ളിയോടെ പിടിച്ചെടുക്കണം, അതൊരു മ്യൂസിയമാക്കി മാറ്റണം, റോമക്കാർ ആരാധിച്ചു പോരുന്ന ദേവസങ്കല്പങ്ങളെ കുടിയിരുത്തണം, സ്വർണ്ണ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കണം, പക്ഷേ മനോഹരമായ ആ മന്ദിരം കേടുവരുത്താൻ പാടില്ല. പക്ഷെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അകത്തെ ഭക്ഷണം തീർന്നു. പടയാളികൾക്ക് ഭക്ഷണമില്ല, ജനസാമാന്യങ്ങൾക്ക് ഭക്ഷണമില്ല. സ്ത്രീകളും കുഞ്ഞുങ്ങളും വിശപ്പ് കൊണ്ട് കരയാൻ തുടങ്ങി. ദുരന്തം പല രൂപത്തിൽ വന്നു. ഭക്ഷ്യക്ഷാമം ശക്തമായപ്പോൾ യെരുസലേമിനകത്തകപ്പെട്ടു പോയ മനുഷ്യര് സ്വന്തം ചെരുപ്പ് ഭക്ഷിക്കാൻ തുടങ്ങി. ചീഞ്ഞഴുകിയ ഒട്ടകത്തിന്റെ തോലും അവശിഷ്ടങ്ങളും ഭക്ഷിക്കാൻ തുടങ്ങി. വാദ്യോപകരണങ്ങൾ കടിച്ചുകീറി അതിലെ തോലുകൾ ഭക്ഷിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞ് സ്വന്തം തുണി ഭക്ഷിക്കാൻ തുടങ്ങി. നിലത്ത് വിടരുന്ന പുല്ലുകൾ ഭക്ഷിക്കാൻ തുടങ്ങി. ഇതൊക്കെ അതിശോക്തി എന്ന് തോന്നും. പട്ടിണിയുടെ ആധിക്യം കൊണ്ട് മനുഷ്യൻ ഇതൊക്കെ ചെയ്തു പോകും. ഭീകരവും കിരാതവുമായ ആ നിമിഷത്തിലും ചെറുത്തു നിൽക്കാൻ ചില തയ്യാറായി. ഈ തെക്കൻ നോക്കി യന്ത്രമുഷ്ടി എന്നറിയപ്പെടുന്ന പ്രാകൃത ഇരുമ്പായുധം ഉപയോഗിച്ചുകൊണ്ട് ഈ ടൈറ്റസിന്റെ സേന ഇതിൻ്റെ ഒരു കവാടം തല്ലിപ്പൊളിച്ച് അകത്ത് പ്രവേശിച്ചു. പടയാളികൾ അകത്തേക്ക് നിരന്നപ്പോൾ ടൈറ്റസിന് മനസ്സിലായി, വാളുകൊണ്ട് തിരിച്ചു പോരാടാൻ ശേഷിയുള്ള ആളുകൾ കുറവാ. എന്നിട്ടും എവിടേക്കോ സൂക്ഷിക്കപ്പെട്ടിരുന്ന രാജ്യസ്നേഹികളായ അനവധി പടയാളികൾ വന്ന് തലങ്ങും വിലങ്ങും ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിനൊടുവിൽ ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചടങ്ങി. നിരവധി സ്ത്രീകൾക്ക് പ്രാണൻ നഷ്ടപ്പെട്ടു. താഴെ വീണ് പ്രാണന് വേണ്ടി കീഴുന്നവരുടെ നെഞ്ചിലൂടെ കുതിരകളെ പായിച്ച് ആ ടൈറ്റസിന്റെ പടയാളികൾ തലങ്ങും വിലങ്ങും ഓടിയപ്പോൾ യെരുസലേം ആകപ്പാടെ ചോരക്കറ കൊണ്ട് മലീവശമായി. ദീർഘനാളുകൾക്കപ്പുറത്ത് യേശു പ്രവചിച്ചു, യെരുസലേമേ യെരുസലേമേ, ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കരുതിയെങ്കിൽ കൊള്ളായിരുന്നു. നാളുകൾക്കപ്പുറത്ത് യേശു പ്രവചിച്ചതെന്തോ യേശു പറഞ്ഞതെന്തോ അത് ഉള്ളത്തിലേറ്റെടുക്കാൻ അധികം പേരുണ്ടായിരുന്നില്ലെങ്കിലും 8, 10, 12 പേരെ ആ വചനം കേട്ട സാധുക്കളെ പോലെ പൊട്ടന്മാരെ പോലെ